ഈ 9 നക്ഷത്ര ജാതകർക്ക് കുറച്ച് നാളുകളായി തടസ്സങ്ങളായിരുന്നു. എന്നാൽ ഇവർക്ക് ഏപ്രിൽ 23 മുതൽ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ദുഃഖദുരിതങ്ങളായിരുന്നു. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇനി വരാനിരിക്കുന്നത് സമൃദ്ധിയുടെ കാലഘട്ടമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് അതീവ സമ്പന്നതയിൽ കഴിയുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ഏറിയാൽ 21 ദിവസം. ഈ 21 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം. ഈ നക്ഷത്ര ജാതകർ വീട്ടിലുണ്ട് എങ്കിൽ ഒരു വലിയ അത്ഭുതം ഇവർക്ക് സംഭവിക്കും. അത് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരുപക്ഷെ ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ധനം വന്നു ചേരാം, അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടുന്നതാകാം, അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ചിട്ടി, ലോൺ ഇവയൊക്കെ അടിക്കുന്നതാകാം, കിട്ടുന്നതാകാം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് വലിയ സമ്പന്നതയിലെത്താനുള്ള യോഗം കാണുന്നുണ്ട്. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ആയില്യം നക്ഷത്ര ജാതകർക്ക് സങ്കടങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ജീവിതത്തിലൊരു നല്ല കാലം ഇവർക്ക് പിറക്കാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സർവൈശ്വര്യത്തിൻ്റെ സമയമാണിനി. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്ര ജാതകർ. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയില്യം നക്ഷത്ര ജാതകർക്ക് മാറാൻ പോവുകയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് ആയില്യം എത്തുന്ന സമയം. ആയില്യത്തിൻ്റെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കുറേ കാലമായി ഒരുപാട് ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്ന ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇത് ആശ്വസിക്കാൻ വക നൽകുന്ന സമയം തന്നെയാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്, വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ്. അങ്ങനെ ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ഇത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ, 2026 വർഷഫലം ഇവയറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. രണ്ടാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക, കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം. അനുകൂല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. അനിഴത്തിൻ്റെ ഭാഗ്യനാളുകളാണ് ഇനി. മൂന്നാമത്തെ നക്ഷത്രം പൂരാടമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുക.
ദേവീക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്തുക. വെടിവഴിപാട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സങ്കൽപ്പിച്ച് വഞ്ചിയിലിട്ടാൽ മതി ആ ധനം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ്. അത്രയധികം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് പൂരാടം എത്തുന്നത്. വിദേശ യോഗമുണ്ട്. വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള യോഗമുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എത്തിച്ചേരുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുക. തീർച്ചയായും വലിയ മാറ്റങ്ങൾ, വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. രക്ഷപ്പെടും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്. ഒരു വീട് വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നു. വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗം വന്നു ചേരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ചോതി നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പാൽപ്പായസം നേദിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ ഏറ്റവും നല്ല അതിസമ്പന്നമായ സമയമാണ്. ചോതിയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് ചോതി നക്ഷത്ര ജാതകർ. വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. കടം തീരും. ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം. തിരുവാതിര രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയം. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കാർത്തികയ്ക്ക് കഴിയും. തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. പരമേശ്വരനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. ഇത് അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് നിങ്ങളെത്തിയിരിക്കുന്നു. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഭാഗ്യം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ടാകും. ലോട്ടറി ഭാഗ്യമുണ്ട്. വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. തടസ്സങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.